നോക്കണേ, പതുക്കെ വീഴും കുട്ടികളെ. ഹായ് മുത്തശ്ശി. മുത്തശ്ശി, ഇന്ന് സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഇന്ന് പരീക്ഷയ്ക്ക് അടുത്തിരുന്ന കുട്ടിയുടെ പെണ്ണ് എഴുതുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന 2 പെണ്ണിൽ ഒന്ന് അവൾക്ക് കൊടുത്തു. മിടുക്കി, അങ്ങനെയാണ് നല്ല കുട്ടികൾ. എന്നിട്ട് അവൾ നല്ലപോലെ പരീക്ഷ എഴുതിയോ? ഓ, എന്നിട്ട് അവൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് താങ്ക്സും പറഞ്ഞിട്ടാ പോയത്. അങ്ങനെയാണ് നല്ല സുഹൃത്തുക്കൾ ചെയ്യേണ്ടത്. മുത്തശ്ശി ഒരു 4 സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ 4 കൂട്ടുകാരുണ്ടായിരുന്നു. ചുണ്ടലി, മുയൽ, ആമ, കാക്ക എന്നിവരായിരുന്നു ആ 4 കൂട്ടുകാർ. അവരെന്നും വൈകുന്നേരം കാട്ടിലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടുമായിരുന്നു. പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞും അവർ സമയം ചെലവഴിച്ചു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അവർ കൂട്ടുകാർ എന്നും ഒരുമിച്ച് കൂടുമായിരുന്നു. വളരെ സ്നേഹത്തോടെ കളിച്ചും തമാശ പറഞ്ഞും ആ കാട്ടിൽ അവർ ഒരുമിച്ച് കഴിഞ്ഞു. എന്നത്തെയും പോലെ അന്നും അവർ മരത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടി. അല്ല, നമുക്കെന്നും ഈ മരച്ചോട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൽ മതിയോ? ഒരു ട്രിപ്പൊക്കെ പോകണ്ടേ? ശരിയാണ്, ഞാനും അത് പറയുകയായിരുന്നു. കുറെ ആയില്ലേ നമ്മളൊരു ട്രിപ്പ് അടിച്ചിട്ട്. എന്നാൽ വൈകിക്കണ്ട, നമുക്ക് നാളെ തന്നെ പോകാം. നമ്മൾ ഒരുമിച്ച് നടക്കാവൂ. എന്ത് വന്നാലും കട്ടിക്ക് കൂടെ നിൽക്കണം. പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്. എവിടെയൊക്കെയാണ് അപകടം പതിഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് പൊളിക്കാം. അങ്ങനെ നമ്മൾ നാളെ ട്രിപ്പിന് പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. പക്ഷേ അല്ല, നമ്മുടെ മുയൽക്കുട്ടൻ എവിടെ പോയി? എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? സാധാരണ അവനാണ് നമ്മളെക്കാൾ മുന്നേ ഇവിടെ എത്താറ്. നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തു നിന്ന് നോക്കാം. അവ കാണാതായ മുയലിനെ നോക്കി അവിടെ തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. കുറേ കഴിഞ്ഞിട്ടും മുയൽ വന്നില്ല. ഫ്രണ്ടിന് എന്തെങ്കിലും പറ്റിയോ എന്ന് എല്ലാവർക്കും സംശയം തോന്നി. നമ്മുടെ മുയൽക്കുട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, വേറെ എങ്ങോട്ടും പോവരുത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞു കാക്ക പറന്നുപോയി. കാക്ക മുയലിനെ നോക്കി കാട് മുഴുവൻ പറന്നു നടന്നു. അപ്പോഴാണ് കുറ്റിക്കാട്ടിൽ വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങിയ മുയൽ കാക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് മുയലിനെ കണ്ട കാക്ക ചോദിച്ചു, നീ എങ്ങനെ ഈ വലയിൽ പെട്ടു? നമ്മൾ ഒരുമിച്ച് നടക്കണമെന്ന് പറഞ്ഞതല്ലേ? അത് പിന്നെ കാക്കേട്ടാ, ഞാൻ കാഴ്ചകൾ കണ്ട് അറിയാതെ ഇങ്ങനെ നടന്നു. ഇവിടെ കെണിയുള്ളത് കണ്ടില്ല ചേട്ടാ. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്ക് കാക്കേട്ടാ. ആ വേട്ടക്കാരൻ ഇപ്പോൾ വരും. എങ്ങനെയെങ്കിലും ഈ വല പൊട്ടിക്കാൻ പറ്റുമോ എന്ന് വേഗം നോക്ക്. എടാ, നിനക്കറിയില്ലേ, എന്നെ കൊണ്ട് പറ്റില്ലടാ. പേടിക്കണ്ട, എന്നെ വിശ്വസിക്ക്. ഞാൻ പോയി ബാക്കിയുള്ളവരെയും കൂട്ടി വരാം. പേടിക്കണ്ട, ധൈര്യമായിരിക്കെ. ഇതും പറഞ്ഞ് കാക്ക തന്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ പോയി. നടന്ന കാര്യങ്ങളെല്ലാം കാക്ക ഫ്രണ്ട്സിനോട് പറഞ്ഞു. ഇത് കേട്ട് ചുണ്ടലി പറഞ്ഞു, എന്നാൽ എത്രയും വേഗം മുയൽക്കൂട്ടൻ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തെത്തണം. എവിടെയാണത്? ഞാൻ വേഗം പോയി ആ വല കടിച്ചു മുറിച്ച് മുയൽക്കുട്ടനെ ഞാൻ വലയിൽ നിന്ന് രക്ഷിക്കാം. അത് നീ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. കുറച്ചു ദൂരെയാണ് ആ സ്ഥലം. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവന്റെ കഥ കഴിയും.
അതിന് നമ്മൾ സുഹൃത്തുക്കൾ ജീവനോടെയുള്ളപ്പോൾ സമ്മതിക്കില്ല. എന്ത് വില കൊടുത്തും മാൻകുട്ടന്റെ ജീവൻ നമ്മൾ രക്ഷിക്കും. സംസാരിക്കാൻ സമയമില്ല. ചുണ്ടനി എന്റെ പുറത്ത് കയറൂ. അത് നല്ല ഐഡിയ ആണ്. എന്നെ നിങ്ങൾ നോക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്താം. നിങ്ങൾ വേഗം ചെല്ലേ. കാക്ക പെട്ടെന്ന് തന്നെ ചുണ്ടലിയെയും കൂട്ടി മുയലിന്റെ അടുത്തേക്ക് പോയി. തന്നെ രക്ഷിക്കാൻ വന്ന ഫ്രണ്ട്സിനെ കണ്ട മുയൽ ഹാപ്പിയായി. മറ്റൊന്നും ആലോചിക്കാതെ ചുണ്ടലി തൻ്റെ പണി തുടങ്ങി. വലകൾ ഓരോന്നായി മുറിച്ചു. വേട്ടക്കാരൻ വരുന്നുണ്ടോ എന്ന് നോക്കാൻ കാക്ക ഒരു മരത്തിന് മുകളിൽ ഇരുന്നു. ആമയും അപ്പോഴേക്ക് അവിടെ എത്തി. എലി പെട്ടെന്ന് തന്നെ അവൻ്റെ ജോലി തീർത്തു. എന്നിട്ട് മുയലിനെ വലയിൽ നിന്നും രക്ഷിച്ചു. പെട്ടെന്നായിരുന്നു വേട്ടക്കാരൻ അങ്ങോട്ട് വരുന്നത് കാക്ക കണ്ടത്. ഫ്രണ്ട്സിനെ കാര്യം അറിയിച്ച് അവൻ മരക്കൊമ്പിൽ ഒളിച്ചു. മുയൽ കുറ്റിക്കാട്ടിലും എലി ഒരു മാളത്തിലും. പക്ഷെ ആമയ്ക്ക് മാത്രം പെട്ടെന്ന് ഒളിക്കാൻ പറ്റിയില്ല. തിരിച്ചെത്തിയ വേട്ടക്കാരൻ ഒട്ടിക്കിടക്കുന്ന വല കണ്ട് ഞെട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ആരാണ് ഈ വല പൊട്ടിച്ചത്? നമ്മുടെ ആമ മെല്ലെ ഒളിക്കാൻ പോകുന്നത് അപ്പോഴാണ് വേട്ടക്കാരൻ കാണുന്നത്. ഇത് കണ്ട വേട്ടക്കാരൻ വിചാരിച്ചു, ആരാണി പോകുന്നത്? മുയൽ പോയെങ്കിൽ എന്താ, നല്ല മുട്ടൻ ആമയല്ലേ കിട്ടിയത്. നമ്മുടെ ആമയെ വേട്ടക്കാരൻ കൊണ്ടുപോയി. ഇത് സങ്കടത്തോടെ നോക്കി നിൽക്കാനേ കൂട്ടുകാർക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷേ കാക്ക വിട്ടില്ല. അവൻ വേട്ടക്കാരന്റെ പിറകെ വെച്ച് പിടിച്ചു. ആമയെയും കൊണ്ട് കുറേ ദൂരം നടന്നപ്പോൾ ക്ഷീണിച്ച വേട്ടക്കാരൻ ഒരു കുളത്തിനരികിൽ റെസ്റ്റ് എടുത്തു. അവരുടെ പ്ലാൻ അനുസരിച്ച് മുയൽ ആദ്യം കുളത്തിന് കുറച്ചപ്പുറത്തായി ചത്തതുപോലെ കിടന്നു. ഈ സമയത്ത് ചുണ്ടലി ഒരു മരപ്പൊത്തിൽ പോയി ഒളിച്ചു. നമ്മുടെ കാക്കയാകട്ടെ മുയൽ കിടക്കുന്നതിനടുത്തുള്ള മരത്തിൽ പോയിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ വേട്ടക്കാരൻ പെട്ടെന്ന് അകലെയായി ചത്തതുപോലെ കിടന്ന മുയലിനെ കണ്ടു. വേട്ടക്കാരന് അത് കണ്ട് സന്തോഷമായി. ഒച്ചയുണ്ടാക്കാതെ പോയി. അതേ സമയത്ത് നമ്മുടെ ചുണ്ടലി വേഗം പോയി ആമയെ രക്ഷിച്ചു. വേട്ടക്കാരനെ കണ്ടതും കാക്ക മുയലിന് സിഗ്നൽ കൊടുത്തു. സിഗ്നൽ കിട്ടിയതും മുയൽ ഓടാൻ തുടങ്ങി. ആമ കുറ്റിക്കാട്ടിൽ ഒളിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മുയൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചു. തൻ്റെ മുന്നിലോടിയ മാനിനെ കാണാതായപ്പോൾ വേട്ടക്കാരൻ തൻ്റെ ഓട്ടം അവസാനിപ്പിച്ച് ആമയുടെ അടുത്തേക്ക് പോയി. കീറിപ്പറഞ്ഞ ഒരു സഞ്ചി മാത്രമാണ് വേട്ടക്കാരൻ അവിടെ കാണാൻ കഴിഞ്ഞത്. അയാൾ ആമയെ അവിടെയെല്ലാം തിരഞ്ഞു. പക്ഷെ ആമയെ പോയിട്ട് ആമയുടെ പൊടി പോലും കണ്ടില്ല. ഓടിത്തളർന്ന വേട്ടക്കാരൻ നിരാശനായി വീട്ടിലേക്ക് നടന്നു. അങ്ങനെ ആ കൂട്ടുകാർ വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും ബുദ്ധിപൂർവം രക്ഷപ്പെട്ടു. അങ്ങനെ വീണ്ടും പഴയ കളികളും തമാശയുമായി അവർ കാട്ടിൽ സുഖമായി ജീവിച്ചു. നമുക്കൊരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് നല്ല കൂട്ടുകാർ. മുത്തശ്ശി, മുത്തശ്ശി. എന്താ മക്കളെ, എന്തു പറ്റി? മുത്തശ്ശി, ഇത് കണ്ടോ? ഞാൻ സ്കൂള് വിട്ട് നടന്നു വരുന്ന വഴിയിൽ വീണ് കിടക്കുകയായിരുന്നു ഈ കിളി. അതിന് പറക്കാൻ പറ്റുന്നില്ല. കാക്കയും പൂച്ചയും എല്ലാം ഇതിന് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോ എനിക്ക് സങ്കടമായി. ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോന്നു. മുത്തശ്ശി, എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യും. അതിന്റെ അച്ഛനും അമ്മയും അതിനെ കണ്ടുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ടാവും. പാവം, ഇതിന്റെ കാല് ചെറുതായി ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. നമുക്ക് മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കാം. മോളെ,
ആ മരുന്ന് ഇങ്ങെടുത്തേ. ശരി മുത്തശ്ശി, ഇപ്പൊ കൊണ്ടുവരാം. അതിന് നല്ലോണം വേദന എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ മുത്തശ്ശി? അതൊന്നുമല്ല, നിങ്ങൾ ഇവളെ രക്ഷിച്ചതിന് നന്ദി പറയുകയാണ്. ആണോ? അച്ചടാ. കുട്ടികളെ, ഇതുപോലുള്ള നല്ല പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. മറ്റു ജീവികളോട് നമ്മൾ എന്നും ദയ ഉള്ളവരായിരിക്കണം. മുത്തശ്ശി ഒരു വികൃതിയായ കുരങ്ങന്റെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ ഒരു മരത്തിന് മുകളിൽ ഒരു വികൃതിയായ കുരങ്ങൻ താമസിച്ചിരുന്നു. എന്നും ഇതുപോലെ കാട്ടിലെ ഓരോ മൃഗങ്ങളെയും ഉപദ്രവിച്ച് കളിയാക്കി ചിരിക്കലാണ് അവന്റെ മെയിൻ ഹോബി. നമ്മുടെ കുരങ്ങന്റെ വികൃതികളെല്ലാം കണ്ടുകൊണ്ട് ഒരു പ്രായമായ ഒച്ച് ഇലയിലിരിക്കുന്നുണ്ടായിരുന്നു. ഒച്ചു കുരങ്ങനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ കൊച്ചനെ, നീ ഇങ്ങനെ നടന്നാൽ നിനക്കൊരാവശ്യം വരുമ്പോൾ ആരും തന്നെ നിന്റെ കൂടെ ഉണ്ടാവില്ല. നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തും. അത് പിന്നെ ചേട്ടാ, ഞാനൊരു തമാശക്ക്. തമാശയെല്ലാം നല്ലതാണ്, പക്ഷേ അത് മറ്റുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടാവരുത്. കുരങ്ങന് തന്റെ തെറ്റ് മനസ്സിലായി. അവൻ ആ ഒച്ചു പറഞ്ഞത് അനുസരിച്ചു. അങ്ങനിരിക്കെ ദിവസങ്ങൾ കടന്നുപോയി. ഹായ് കൂട്ടുകാരെ, നിൽക്ക്, ഞാനുമുണ്ട് കളിക്കാൻ. ഇതും പറഞ്ഞ് കുരങ്ങൻ മരത്തിൽ നിന്നും ചാടി. ഒച്ചു പറഞ്ഞത് തന്നെ സംഭവിച്ചു. അവന്റെ കയ്യിലിരിപ്പ് കാരണം ആരും തന്നെ അവനോട് മിണ്ടാതെയായി. എല്ലാരും അവനെ കാണുമ്പോൾ മാറി നടക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവൻ ഒറ്റയ്ക്കായി. അങ്ങനെ അവൻ സങ്കടത്തോടെ വീട്ടിലേക്ക് നടന്നു. പെട്ടെന്നാണ് ആരോ സംസാരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. നീ അറിഞ്ഞോ, നമ്മുടെ ഒച്ചണ്ണനെ കാണാനില്ലെന്ന്? അയ്യോ, നമ്മുടെ ഒച്ചണ്ണനോ? ഒരാഴ്ച മുമ്പ് സാധനം വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിലേക്കാന്ന് പറഞ്ഞ് പുറപ്പെട്ടതാ. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ചേച്ചി അവിടെ കരച്ചില. കാര്യം കുറച്ച് മെല്ലെ പോകുന്ന ആളാണെങ്കിലും ഈ കാട്ടിലെ എല്ലാ വഴികളും അറിയാവുന്ന ആളാ. അല്ല, അതിന് ഇങ്ങേർക്ക് ഓൺലൈനായി ഓർഡർ ചെയ്താൽ പോരെ? സാധനങ്ങൾ ഇപ്പോൾ വീട്ടിൽ കിട്ടില്ലേ? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങേർക്കിനി എന്തെങ്കിലും ആപത്ത് പറ്റി കാണുമോന്നാ എന്റെ പേടി. ഇതെല്ലാം കേട്ടു നിന്ന് നമ്മുടെ കുരങ്ങൻ ഒച്ചണ്ണനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് തീരുമാനിച്ച് നേരെ ഒച്ചിന്റെ വീട് ലക്ഷ്യം വെച്ച് നടന്നു. ഒച്ചിന്റെ വീട്ടിലെത്തിയ കുരങ്ങൻ ഭാര്യയോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഒച്ച എങ്ങോട്ടേക്കാണ് പോയതെന്നുള്ള വിവരങ്ങൾ മുഴുവൻ ശേഖരിച്ച് ഒച്ചിനെയും കൊണ്ടേ താൻ തിരിച്ചു വരികയുള്ളൂ എന്ന് വാക്കും കൊടുത്തു വീട്ടിൽ നിന്നും ഇറങ്ങി. കുരങ്ങന്റെ വാക്കുകൾ കേട്ട മൃഗങ്ങൾ പറഞ്ഞു, ബാക്കിയുള്ളവരെ ഉപദ്രവിച്ച് നടക്കുന്ന ഇങ്ങനെ കൊണ്ടൊന്നും ഒച്ചണ്ണനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ സമയം കളയാൻ. അണ്ണാന്റെ വാക്കുകൾ കേട്ട് കുരങ്ങന് സങ്കടവും ദേഷ്യവും വന്നു. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ അവൻ ഒച്ചിനെ കണ്ടുപിടിക്കാൻ പുറപ്പെട്ടു. അവൻ ഒച്ചിനെ ഉറക്കെ വിളിച്ചുകൊണ്ട് കാട്ടിലൂടെ നടന്നു. പക്ഷെ തിരിച്ച്
ഒരു ശബ്ദവും കേട്ടില്ല. പെട്ടെന്ന് കാട്ടിനുള്ളിൽ നിന്നൊരിളക്കം. കുരങ്ങൻ പേടിച്ചു. പക്ഷേ എല്ലാ ധൈര്യവും സംഭരിച്ച് അവൻ ആ കുറ്റിക്കാട്ടിനകത്തേക്ക് പോയി. ഹേ കൂട്ടുകാരാ, എന്നെ ഒന്ന് രക്ഷിക്കണേ പ്ലീസ്. കുരങ്ങൻ വേഗം ആമയെ കുടുങ്ങിക്കിടക്കുന്ന വള്ളിയിൽ നിന്നും രക്ഷിച്ചു. നന്ദിയുണ്ട് കൂട്ടുകാരാ. നീ എവിടെ നിന്നാണ്? ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. കുരങ്ങൻ നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. ഞാൻ ഇന്നലെ രാത്രി ഒരൊച്ചിനെ പുഴ അരികിൽ വെച്ച് കണ്ടിരുന്നു. ഞാൻ ഇന്നലെ രാത്രി വീട്ടിലേക്ക് പോകുകയായിരുന്നു. നല്ല മഴയായിരുന്നു. ഇടിയും മിന്നലും ഉണ്ട്. അപ്പോഴാണ് പുഴയിൽ ഒരു ഇലയിൽ സാധനങ്ങളുമായി പോകുന്ന ഒച്ചിനെ കണ്ടത്. ഞാൻ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു, ഏയ് ഒച്ചണ്ണ, ഇപ്പൊ പോകണ്ട, നല്ല മഴയാണ്, മഴ തോർന്നിട്ട് പോകാം. അത് സാരമില്ല, ഭാര്യയും കുട്ടികളും അവിടെ എന്നെ കാത്തു നിൽക്കുകയാണ്. അവർ ഒറ്റയ്ക്കാണ്. ഞാൻ ഇഴഞ്ഞെത്തുമ്പോഴേക്കും ഒരുപാട് ദിവസം പിടിക്കും. ഇങ്ങനെ പോയാ പെട്ടെന്നെത്താലോ. അപ്പോഴേക്കും വലിയ കാറ്റ് വീശി, ഇടിയും മിന്നലും വന്നു. മഴ കൂടി. ആ ഇരുട്ടത്ത് ഞാൻ എങ്ങനെയോ ഇവിടെ വന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഇവിടെ എവിടെയാണ് പുഴക്കര? എനിക്ക് അങ്ങോട്ടുള്ള വഴി കാണിച്ചു തരാമോ? അതിനെന്താ, ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? എന്ത് വേണമെങ്കിലും ചെയ്യാം. വേഗം പറ. എന്നെ കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴൊന്നും നിന്റെ കൂടെ അവിടെ എത്തില്ല. കുറച്ച് സ്ലോ ആണേ. അങ്ങനെ കുരങ്ങൻ ആമയെയും കൊണ്ട് പുഴക്കരയിലേക്ക് നടന്നു. പുഴക്കരയിലെത്തിയപ്പോൾ ദൂരെ പുഴയുടെ നടുവിലായി ഒരു മരത്തിന്റെ മുകളിലായി കിടക്കുന്ന ഒച്ചിനെ കണ്ടു. കുരങ്ങന് സന്തോഷമായി. അവൻ പുഴയിലേക്ക് എടുത്തു ചാടാൻ നോക്കിയതും ആമ പറഞ്ഞു, വേണ്ട കൂട്ടുകാരാ, നിനക്ക് പരിചയമില്ലാത്ത പുഴയാണ്. നിനക്ക് നീന്തി അവിടെ എത്താൻ പറ്റിയെന്ന് വരില്ല. ഞാൻ പോയി എന്റെ പുറത്ത് കയറ്റിക്കൊണ്ട് വരാം. ഇത് കേട്ടതും കുരങ്ങന് സന്തോഷമായി. കുരങ്ങൻ ആമയെ പുഴയിലേക്ക് വെച്ചു കൊടുത്തു. ആമ മെല്ലെ നീന്തി പുഴയ്ക്ക് നടുവിലെത്തി ഒച്ചിനെയും രക്ഷിച്ച് തിരിച്ചു വന്നു. ഒച്ചിന്റെ സുരക്ഷിതമായ തിരിച്ചുവരവ് ആ കാട് ആഘോഷിച്ചു. അന്നു മുതൽ കുരങ്ങിനെ ആ കാട്ടിലെ ധീരനായകനെന്ന് വിളിച്ചു. അവൻ പിന്നീട് ഒരിക്കലും ആരെയും കളിയാക്കാനോ ഉപദ്രവിക്കാനോ പോയില്ല. കുരങ്ങ് തൻ്റെ സുഹൃത്തുക്കൾക്ക് ഏത് സമയത്തും എന്ത് സഹായത്തിനും ഓടിയെത്തുമായിരുന്നു. അങ്ങനെ കുരങ്ങ് കാട്ടിലുള്ളവർക്ക് പ്രിയപ്പെട്ടവനായി. ഇതിൽ നിന്നും കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി? ചെറിയ ദയയുള്ള പ്രവൃത്തികൾക്ക് പോലും ഈ ലോകത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും. ചവിട്ടിയാൽ മുന്നോട്ടോടും വണ്ടി. കാലം നെടുത്ത് ചവിട്ടിയാൽ മുന്നോട്ടോടും വണ്ടി. വേഗം വേഗം ചവിട്ടിയാൽ വേഗം ഓടും വണ്ടി. വേഗം വേഗം ചവിട്ടിയാൽ വേഗം ഓടും വണ്ടി. നന്നായി മാർക്ക് നേടിയ എനിക്കായി അച്ഛൻ തന്നൊരു വണ്ടി. നന്നായി മാർക്ക്
കാട്ടിലെ കുഞ്ഞുമര പൊത്തിനുള്ളിൽ പോക്രും പോക്രും കരയുന്നതാര്? ബ്ലും ബ്ലും വെള്ളത്തിൽ ചാടിയതാരാണ്? മാനല്ല മീനല്ല അമ്പിളി മാമനുമല്ല, മാനല്ല മീനല്ല അമ്പിളി മാമനുമല്ല. തോഴിൻ കരയിലെ കൈതക്കാട്ടിലെ കുഞ്ഞുമര പൊത്തിനുള്ളിൽ പോക്രും പോക്രും കരയുന്നതാര്? വെള്ളത്തിൽ തുള്ളി തുള്ളി വട്ടക്കണ്ണും വെട്ടിക്കളിച്ച് മുങ്ങാങ്കുഴിയിട്ടു കളിക്കുന്നു. വെള്ളത്തിൽ തുള്ളി തുള്ളി വട്ടക്കണ്ണും വെട്ടിക്കളിച്ച് മുങ്ങാങ്കുഴിയിട്ടു കളിക്കുന്നു. മണ്ണിൽ കഴിയാ മരപ്പൊത്തിലിരിക്കാം, മുങ്ങിക്കുളിക്കാം, നീന്തി തുടിക്കാം, വേഗത്തിൽ ചാടി നടക്കാം, പോക്രോം പോക്രോം കരയാം. വേഗത്തിൽ ചാടി നടക്കാം, പോക്രോം പോക്രോം കരയാം. മാനല്ല മീനല്ല അമ്പിളി മാമനുമല്ല, മാനല്ല മീനല്ല അമ്പിളി മാമനുമല്ല. തോഴിൻ കരയിലെ കൈതക്കാട്ടിലെ കുഞ്ഞുമര പൊത്തിനുള്ളിൽ പോക്രോം പോക്രോം കരയുന്നതാര്? ചാടിച്ചടി നടന്നിടാൻ കാലുകൾ നാലുണ്ട്, പല പല നാടുണ്ട്, പല പല വീടുണ്ട്. ചാടിച്ചടി നടന്നിടാൻ കാലുകൾ നാലുണ്ട്, പല പല നാടുണ്ട്, പല പല വീടുണ്ട്. ചുക്കിച്ചുളിഞ്ഞും മീനുമിനുത്തും, പച്ചയും മഞ്ഞ പിന്നെ കറുകറുപ്പും, ഒത്തിരി ഒത്തിരി നിറത്തിലുണ്ട് പോക്രോം കരയും തവള. ഒത്തിരി ഒത്തിരി നിറത്തിലുണ്ട്